ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാണ്ട് ചേച്ചി ഞങ്ങൾ ഈ ജൂലൈ ഇൻടേക്കിൽ വരാനായിട്ട് ഇരിക്കുവാണ്, അപ്പോൾ എന്തൊക്കെ പാക്ക് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഓൾറെഡി ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അത് കുറച്ച് നാൾ മുന്നേ. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് വരാനത്ത് നിങ്ങൾ എന്തായാലും പാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീട്ടിലേക്ക് കിടക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഇപ്പോൾ 1500 സ്റ്റുഡൻസ് ഹിറ്റ് ചെയ്തേക്കുവാണ്. അവരെല്ലാം ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന കുട്ടികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് എനിക്ക് ചില സിറ്റുവേഷനിൽ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും എല്ലാവരുടെ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാണ്ട് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരേ കോഴ്സ് പഠിക്കുന്നവരും ഒരേ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരെയൊക്കെ മീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM അയയ്ക്കുക. അതുകൂടാണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഇപ്പോൾ എന്തെങ്കിലും മൈഗ്രേഷൻ ചേഞ്ചസ് വന്നാലും ഡേ ഇൻ മൈ ലൈഫും എൻ്റെ ഇവിടുത്തെ ലൈഫൊക്കെ ഇങ്ങനെ പോകണമെന്നും കുറേ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മെയിനായിട്ട് 3 ലഗേജ് അല്ല 3 ബാഗ് ഉണ്ടാകുന്നത്. വലിയ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഇൻ, അതായത് നിങ്ങൾക്ക് ഒരു 30, 33 kg, 40, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എയർലൈൻസിനും ഓരോ പോളിസിയാണ്. അപ്പോൾ അത് നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ ലഗേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് രണ്ടാമത്തെ വരുന്നതാണ് നമ്മുടെ 7 kg, അതിന് പറയുന്നതാണ് ക്യാരി ഓൺ. പിന്നെ വരുന്നതാണ് ഒരു ലാപ്ടോപ്പ് ബാഗ്. ഈ വലിയ ലഗേജ്, അതായത് നമ്മുടെ ഈ ചെക്ക് ഇൻ ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ എത്തുമ്പോഴാണ് നമുക്കത് കിട്ടത്തുള്ളൂ. പിന്നെ വരുന്ന ക്യാരി ഓൺ, അതായത് നമ്മുടെ ആ 7 kg ബാഗ് എന്ന് പറഞ്ഞത് നമ്മുടെ ജേർണി ഫുൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, അതിനകത്താണ് ആ 7 kg ബാഗിലാണ് നമ്മൾ എന്ത് ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിലും വെക്കുന്നത്. പിന്നെ നമുക്ക് ലാപ്ടോപ്പ് സെപ്പറേറ്റ് ബാഗ് വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 kg തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ 7 kg കൂടാതെ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ബാഗും അവൈലബിൾ ആണ്. അങ്ങനെ വരാൻ നേരത്തെ അതിനകത്ത് നിങ്ങൾക്ക് ലാപ്ടോപ്പും പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഗേൾസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗേൾസിന് ഒരു സൈഡ് ബാഗും ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗേൾസിന് ആകെ 4 ബാഗ് ഉണ്ട്, ബോയ്സിന് 3 ബാഗും. സൈഡ് ബാഗ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സൈഡ് ബാഗ്, അതിനകത്ത് എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാനായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കയ്യിൽ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. അതുകൂടാണ്ട് വിസയുടെ കോപ്പി വേണം, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കോപ്പി വേണം, COEയുടെ കോപ്പി വേണം. ഇതൊക്കെ ഫോണിലുണ്ടെങ്കിൽ പോലും നമുക്കറിയാമല്ലോ എന്താ പറ്റാമെന്ന്. ചിലപ്പോൾ നമ്മുടെ ഫോൺ ബാറ്ററി ചാർജ് തീർന്നു പോവാം, നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമുള്ള സ്ഥലത്ത് എന്തായാലും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഗിൻ്റെ സൈസ്. വെയിറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എയർലൈൻസിന് 30 കിലോ ആയിരിക്കാം, മറ്റൊരു എയർലൈനിന് 28 കിലോ ആയിരിക്കാം. അതല്ല ഞാൻ പറയുന്നത്, ബാഗിൻ്റെ വലിപ്പം. അതായത് നമുക്കിപ്പോൾ സാധനത്തിൻ്റെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബാഗിൻ്റെ സൈസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ സൈസിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ബാഗ് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ എയർലൈനിൽ എന്തായാലും ചെക്ക് ചെയ്യുക, ബാഗിൻ്റെ ഇത്ര വീതി ഇത്ര നീളുന്നുണ്ട്, അതിനുള്ളിൽ തന്നെയുള്ള ബാഗ് മാത്രം വാങ്ങിയാനാണ് ശ്രമിക്കുക. കാര്യം അല്ലെങ്കിൽ പിന്നീട് അത് പണിയാവും. വെയിറ്റ് കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ ബാഗിൻ്റെ സൈസ് കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതും ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു പേനയും ഉണ്ടായിരിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് വരുന്ന, നമുക്ക് ഓസ്ട്രേലിയ എത്തിക്കഴിയുമ്പോൾ ഇൻകമിങ് പാസഞ്ചർ കാർഡ് നമുക്ക് എഴുതേണ്ടി വരും, അത് ഫില്ല് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും കയ്യിലൊരു പേന വേണമെന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസിനെ പറ്റി സംസാരിക്കാം. അതിനെപ്പറ്റി സംസാരിക്കാൻ നേരത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സാധനം കിച്ചണിൽ എന്ത് സാധനം കൊണ്ടുവരുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ അക്കോമഡേഷൻ, അതായത് നിങ്ങൾ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആളുകൾ വിളിച്ച് സംസാരിക്കുക. എങ്ങനെയാണ്, കിച്ചണിൽ സാധനങ്ങളുണ്ടോ, ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആണോ, അൺഫർണിഷ്ഡ് ആണോ. അൺഫർണിഷ്ഡ് ആണെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. ഫുള്ളി ഫർണിഷ്ഡ് ആണെങ്കിൽ ഒട്ടുമിക്ക കിച്ചണിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെ തരാൻ നേരത്തെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കുക്കറും പാനും പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവന്നാൽ മതി. അങ്ങനത്തെ സിറ്റുവേഷൻ. ഒട്ടും ഫർണിഷ്ഡ് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് വരും. അതാണ് വ്യത്യാസം. ഫർണിഷ്ഡും അൺഫർണിഷ്ഡും പറഞ്ഞു തന്നപ്പോഴാണ് ഈ വീഡിയോയുടെ സ്പോൺസറിനെ ഓർമ്മ വന്നത്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് ആംബറാണ്. ആംബറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് ആംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് ഒരു ഓസ്ട്രേലിയ ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും പഠിക്കാൻ പോകുന്നിടത്ത് ഏറ്റവും അവർ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആംബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ കോളേജോ ഏതാണോ അതിനോട് തൊട്ട്
ചേർന്ന് തന്നെ അവർ നിങ്ങളുടെ അക്കോമഡേഷൻ കണ്ടുപിടിച്ച് തരുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുതന്നെ കുറേ സാധനങ്ങൾ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. ഫർണിച്ചർ ആണെങ്കിലും കിച്ചൺ യൂട്ടൻസിൽസിലാണെങ്കിലും അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ വറി ചെയ്യേണ്ട കാര്യമില്ല. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാ സിറ്റുവേഷനിലും ഇത് ബിൽസും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ എൻ്റെ കോളേജിലേക്ക് ഞാൻ ആംബർ വഴിയാണ് എൻ്റെ ഈ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്. എൻ്റെ കോളേജിലേക്ക് 6 മിനിറ്റാണ് ദൂരം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര കൺവീനിയൻ്റ് ആണ്. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ നീഡ്സൊക്കെ അനുസരിച്ച് ഫിൽറ്റർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. നിങ്ങൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ നീഡ്സ് അതനുസരിച്ച് അവർക്കൊരു എൻക്വയറി അയക്കാൻ നേരത്ത് 24 മണിക്കൂറിന് മുമ്പ് അതിനകത്ത് ഒരാൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർ നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ജൂലൈയിൽ കുറേ സ്റ്റുഡൻസ് വന്നെന്നറിയാം. കുറേ പേർക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് ടു കിച്ചൺ യൂട്ടൻസിൽസിനെ പറ്റി പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ കൂടുതലും വരുന്നത് ഇലക്ട്രിക് സ്റ്റൗ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് കൊണ്ടുവന്നു വന്നാലും ആ ഇലക്ട്രിക് ഫ്രണ്ട്ലി ആണെന്ന് നോക്കണം. അതുകൂടാണ്ട് ഫ്ലാറ്റ് ബേസ് ആണെങ്കിൽ മാത്രമാണ് ഇലക്ട്രിക് സ്റ്റൗവിൽ വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ എന്തായാലും കൊണ്ടുവന്നൊരു സംഭവം പ്രഷർ കുക്കറാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് അറിയില്ലെങ്കിൽ എന്തായാലും ഒരു പ്രഷർ കുക്കർ ഉണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കേണ്ട 1 കിലോയുടെ മതിയെന്ന്. ഞാൻ പറയുവാണെങ്കിൽ മിനിമം ഒരു 2 കിലോയുടെ കൊണ്ടുവരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് കൂടുതൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യലൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇപ്പോൾ മിനിമം ഒരു 2 കിലോയുടെ കുക്കറെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിനകത്ത് പറയാനുള്ളത് എന്തോട്ടാ, മൈക്രോവേവ് ഫ്രണ്ട്ലി ആണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇലക്ട്രിക് സ്റ്റൗ മാത്രമല്ല, നമ്മൾ മൈക്രോവേവ് എപ്പോഴും ചൂടാക്കാനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മൈക്രോവേവ് ഫ്രണ്ട്ലി ആണെന്നും ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് വീക്കിലേക്കുള്ള ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും ഒരു സ്പൂണും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് തവി കൊണ്ടുവന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മരത്തിൻ്റെ വുഡൻ തവി കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അത് പോളിഷ്ഡ് ആണെന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് കൊണ്ടുവരാനായിട്ട് അലൗഡ് അല്ല. വുഡൻ ഐറ്റംസ് ബയോസെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ എന്തൊക്കെ കൊണ്ടുവരരുതെന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതെന്തായാലും പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു ഫ്രൈ പാനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് മെയിനായിട്ട് കൊണ്ടുവരുന്നത്. ഇത് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ വേറെ ഐറ്റംസ് ഇതിനകത്ത് കിച്ചൺ യൂട്ടൻസിൽസിൽ ആഡ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത്സിനെ പറ്റി സംസാരിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുന്ന നേരത്തെ എല്ലാവർക്കും ഓർക്കും ഇവിടെ ഒടുക്കത്തെ എക്സ്പെൻസീവാണ്. ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന ഓപ്ഷൻസും ഉണ്ട്, എക്സ്പെൻസീവായിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം അനുസരിച്ചിരിക്കും, അതായത് ഏത് ഷോപ്പിൽ പോയി എന്താ വാങ്ങുന്നതിനനുസരിച്ചിരിക്കും ചീപ്പാണോ എക്സ്പെൻസീവ് ആണോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലോത്ത്സിനെ പറ്റി പറയാനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, മെൽബണിലേക്കാണോ, പെർത്തിലേക്കാണോ, അഡ്ലൈഡിലേക്കാണോ, അങ്ങനെ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്. കാര്യം ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ക്ലൈമറ്റാണ്. രണ്ടാമത്തെ നിങ്ങൾ ഏത് ഇൻടേക്കിലാണ് പോകുന്നത്. ഫെബ്രുവരിയിലെ ക്ലൈമറ്റ് അല്ല നമുക്ക് പോകാൻ നേരത്തുള്ള ജൂലൈയിലെ ക്ലൈമറ്റ്. അപ്പോൾ ഏത് ഇൻടേക്കിലാണ് പോകുന്നത്, അത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പെർത്തിൽ നിങ്ങൾ പോകാൻ നേരത്തെ ക്ലൈമറ്റ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള ഡ്രസ്സ് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ മെൽബണിലേക്കാണ് പോകണമെങ്കിൽ കുറച്ചുകൂടി പെർത്തിനെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലം, അപ്പോൾ അതനുസരിച്ച് വിൻ്റർ റിലേറ്റഡ് കുറച്ചുകൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് സ്ഥലമാണ് ഏത് സമയമാണ് പോകുന്നത് അതനുസരിച്ച് ക്ലൈമറ്റ് അനുസരിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തായാലും കൊണ്ടുവരുന്ന സാധനങ്ങളെ പറ്റി പറയാൻ നേരത്തെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കൂടുതലും പാർട്ട് ടൈമിന് എല്ലാവരും തുടക്കത്തിൽ ഇപ്പോൾ ഇൻ കേസ് യൂണിഫോം കിട്ടണ വരെയാണെങ്കിലും, അതായത് പിന്നെ ചില സ്റ്റോഴ്സിലൊക്കെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ അവർക്ക് യൂണിഫോം ഇല്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾ ഇടുന്നത് ബ്ലാക്ക് ടീഷർട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻസും ആണ്. അപ്പോൾ അതെന്തായാലും 2 എണ്ണം വെച്ച്, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും 2 എണ്ണം വെച്ച് മിനിമം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് ബ്ലാക്ക് വർക്കിംഗ് ഷൂസ്, നോർമൽ ഷൂസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബ്ലാക്ക് വർക്കിംഗ് ഷൂസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബ്ലാക്ക് സോക്സ് ഒബ്വിയസ്ലി അത് കൊണ്ടുവരണം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നമുക്ക് കൾച്ചറൽ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നാട്ടിലെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഓണായാലും വിഷു ആണെങ്കിലും അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഇടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ വെയർ വല്ലതും കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൂടാണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ബ്ലാക്ക് ഹുഡി, എന്ത് കൊണ്ടുവന്നാലും അങ്ങനത്തെ കുറച്ച് ബ്ലാക്ക് ഐറ്റംസ് എന്തായാലും കൊണ്ടുവരും. ഇപ്പോൾ ബ്ലാക്ക് പാൻസ്, ഷർട്ട്, ടീഷർട്ട്, ഹുഡി എല്ലാം ഒരു കുറച്ച് ബ്ലാക്ക് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. സോക്സിൻ്റെയും അണ്ടർഗാർമെൻറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്തായാലും മിനിമം 10
10 കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാൻ മിനിമം ആട്ടോ പറയുന്നു, മിനിമം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജോലിയും ക്ലാസ്സിൻ്റെയൊക്കെ തിരക്കിൽ എപ്പോഴും നമുക്ക് ലോണ്ടറി ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ വരാൻ നേരത്ത് മിനിമം 10 കൊണ്ടുന്നില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പം അതെന്തായാലും കുറേ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില സിറ്റുവേഷനിൽ ഇവിടുത്തെ ക്ലോത്തിൻ്റെ ടൈപ്പ് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ കൊണ്ടുവരാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ക്ലോത്ത്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് കുറേ കെട്ടിച്ചോന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാം കിട്ടും, ചീപ്പായിട്ടും കിട്ടും, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ബാക്കി സാധനങ്ങൾ വച്ചിട്ട് മാത്രം ക്ലോത്ത്സ് കുറച്ചുകൂടി വയ്ക്കാനായിട്ട് ഞാൻ പറയും. പക്ഷേ ക്ലോത്ത്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എന്തൊരു ക്ലോത്ത്സ് വേണമെങ്കിലും കൊണ്ടുവരാം. അടുത്തത് ഇതിനകത്ത് തന്നെ ഞാൻ പറയാനുള്ളത് എനിക്ക് ബെഡ്ഷീറ്റിനെയും ബ്ലാങ്കറ്റിനെയും പറ്റിയിട്ടാണ്. അത് അക്കോമഡേഷനിൽ ചെക്ക് ചെയ്യുക. കാര്യം നമ്മളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ വരണമെങ്കിൽ അവർ നമുക്ക് പുതിയ ബ്ലാങ്കറ്റും ഇതൊക്കെ തരും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് കട്ടിയുള്ളത് കൊണ്ടുവരുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ഞാൻ കൊണ്ടുവന്നതാണ്, നല്ല കട്ടിയുള്ളതായിരുന്നു. അതിനകത്ത് തന്നെ കുറച്ച് സ്പേസ് പോയെങ്കിലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാര്യം ഞാൻ വന്ന സമയം ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയാനടുത്ത് ബെഡ്ഷീറ്റ് വലിയ ബെഡ്ഷീറ്റ്, അതായത് നമ്മൾ കുഞ്ഞി സിംഗിൾ സൈസ് ബെഡിനുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവരരുത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെഡ്ഷീറ്റ് കൊണ്ടുവരിക. കാര്യം ഇവിടുത്തെ ബെഡിൻ്റെയൊക്കെ വീതി എന്ന് പറയുന്നത് മിനിമം ഇത്ര ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സിംഗിളിൽ പോലും തികയത്തില്ല. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെഡ്ഷീറ്റ് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോറി, വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആകെ സമയം കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ മെൽബണിൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും ഇരുട്ടാവുന്നൊരു സിറ്റുവേഷനാണ്. ഞാൻ അതിനനുസരിച്ചുള്ള ലൈറ്റ് എന്തെങ്കിലും വാങ്ങാനായിട്ട് അടുത്ത വീഡിയോ തൊട്ട് ശ്രമിക്കുന്നതാണ്. ഇനി ബാക്കി ബെഡ്ഷീറ്റ് പറഞ്ഞപ്പോഴാണ് പില്ലോ കേസിൻ്റെ കാര്യം പറയാൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2-3 പില്ലോ കേസ് കൊണ്ടുവന്നു. പില്ലോ കേസ് നമുക്ക് പല കാര്യത്തിനും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ലോണ്ടറി ബാഗ് ഇല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതുകൂടാണ്ട് നമുക്ക് പില്ലോ വരുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ കുറച്ച് ക്ലോത്ത്സ് പില്ലോ കേസിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പില്ലോ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2-3 ജസ്റ്റ് 2 എന്തായാലും എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ബാക്കി ജാക്കറ്റ്സിൻ്റെ സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ജാക്കറ്റ്സിൻ്റെ കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ ടൈപ്പ് ജാക്കറ്റ് ഉണ്ട്. അതായത് ഭയങ്കര കട്ടിയുള്ള 3-4 ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല കട്ടിയിലുള്ള ജാക്കറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യം ചില സമയത്ത് ഇവിടെ ഒടുക്കത്തെ തണുപ്പായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു മീഡിയം തണുപ്പായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന എല്ലാ ജാക്കറ്റും ഒടുക്കത്തെ കട്ടിയുള്ള ജാക്കറ്റാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ചെറിയൊരു തണുപ്പുള്ളതൊക്കെ ഇപ്പോൾ അത് ഇടണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതിട്ട് നമുക്ക് ചൂടെടുക്കുന്ന സിറ്റുവേഷൻ. അപ്പം പല ടൈപ്പ് ജാക്കറ്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് ഇപ്പം തെർമൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. തെർമൽ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുക, 1-2 കൊടുന്നാൽ മതി. അതിപ്പോൾ ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്നനുസരിച്ചിരിക്കും. പെർത്തിലൊക്കെ ആണെങ്കിൽ അധികം തെർമലൊന്നും കൊണ്ടുവരണ്ട, അവിടെ ക്ലൈമറ്റൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൂടാണ്ട് ഇപ്പോൾ ക്യാപ്പാണെങ്കിലും ഒരു ബീനി ആണെങ്കിലും ഒരു സ്കാർഫൊക്കെ ആണെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ ക്ലോത്ത്സ് പോലെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, എല്ലാവരും ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാണ്ട് ക്വാളിറ്റിയിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയും. കാര്യം ഇവിടെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഡ്രയറാണ്. അപ്പോൾ നമ്മൾ നല്ല ക്ലോത്ത്സ് എല്ലാം ഉണ്ടെങ്കിൽ ഡ്രയറിലിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പോവും. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത്സ് കൊണ്ടുവരാനായിട്ട്. പിന്നെ കോസ്മെറ്റിക്സിലേക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ അതിന് അത്യാവശ്യം നല്ല വില കൂടുതലാണ്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. അന്ന് വെച്ച് 10-20 കൊണ്ടുവരുത്, 1-2 വെച്ച് കൊണ്ടാൽ മതി. പിന്നെ അതിനകത്ത് മീറ്റ്, ഡയറി, സോയിൽ, ഇത് 3 ഒരു പ്രൊഡക്റ്റിലും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതായത് കൊമേഴ്ഷ്യലി പാക്ഡൻസ് ഇല്ലാണെങ്കിൽ അതിനകത്ത് എന്തായാലും എഴുതിയുണ്ടാവും ഇതൊക്കെ പ്രൊഡക്ട്സ് ആണ് അതിനകത്ത് ഉള്ളതെന്ന്. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിനകത്ത് എന്തായാലും നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീനാണ്. ഇവിടുത്തെ തണുപ്പാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കണം, നമുക്ക് സ്കിന്നിന് കൊള്ളത്തില്ല. അത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് സൺഗ്ലാസ്, ഭയങ്കര അത്യാവശ്യമാണ്. എന്തായാലും അത് രണ്ടും എന്തായാലും കൊണ്ടുവരിക. പിന്നെ സൺസ്ക്രീനിൻ്റെ ആണെങ്കിലും 50+ SPF 50+ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും. അടുത്ത സെക്ഷൻ മെഡിസിൻസിനെ പറ്റിയിട്ടാണ്. മെഡിസിൻസിനെ പറ്റി പറയുന്നിടത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരു മെഡിസിനും കൊണ്ടുവരുത്തുന്ന. പ്രിസ്ക്രിപ്ഷൻ വേണം, പ്രിസ്ക്രിപ്ഷൻ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. ഇത് രണ്ടും എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാം കൊണ്ടുവരാം. അതിപ്പോൾ അമൃതാഞ്ജനായിക്കോട്ടെ, വിക്സ് ആയിക്കോട്ടെ, ബോഡി പെയിനുള്ള എല്ലാ സംഭവം കൊണ്ടുവരിക. അപ്പം അല്ലാതെ ഇപ്പം നമുക്ക് വയറുവേദന, തലവേദന, നടുവേദന അങ്ങനെ എല്ലാത്തിനുള്ള മരുന്ന് കൊണ്ടുവരാം. പക്ഷേ വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിനായിരിക്കണം എഴുതിയിരിക്കേണ്ടത്. പിന്നെ അതുകൂടാണ്ട് നിങ്ങളൊരു കണ്ണട വയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെയും വേണം. അതും ഒരു എക്സ്ട്രാ പെയർ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം അതെങ്ങാനും പോയി കഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ എക്സ്പെൻസീവാണ്. പിന്നെ അതിനകത്ത് ഇപ്പോൾ എന്ത് പെയിൻ കില്ലേഴ്സും ഉണ്ടെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ മൂവ് ആയിക്കോട്ടെ, എന്ത് ബാമാണെങ്കിലും. പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഞാൻ പിന്നെ പറയുന്നത്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പണിയായിരിക്കും. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് എന്താ ഭയങ്കര ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ഇപ്പോൾ പെട്ടിയുടെ ഫ്രണ്ടിലാണെങ്കിലും ഇടാനായിട്ട്, അപ്പോൾ നമുക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത സെക്ഷനാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുന്നത് എല്ലാവർക്കും അറിയാം, ഫോണും ലാപ്ടോപ്പും കൊണ്ടുവരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതെന്തായാലും കൊണ്ടുവരണം. പക്ഷേ അതിൻ്റെ ചാർജേഴ്സ് എന്തുണ്ടെങ്കിലും അതിൻ്റെ ചാർജർ കൊണ്ടുവരണം. ചാർജർ കൊണ്ടുവന്നിട്ട് ഫോണിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയുന്നത് ഒരു എക്സ്ട്രാ ചാർജിങ് കേബിൾ കൊണ്ടുവരുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരെണ്ണം ഉപയോഗിക്കാൻ പാകത്തിന്. പിന്നെ വേണ്ടത് പവർ ബാങ്ക്. പവർ ബാങ്കിന് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലോങ് ലെയറൊക്കെയാണ് നമ്മുടെ 2 ഫ്ലൈറ്റിൻ്റെയും ഇടയ്ക്കെങ്കിൽ നമ്മുടെ ഫോണെങ്ങാനും ഇപ്പം നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്ലഗും വേറെ, ഇപ്പം നമുക്ക് ലെയറുള്ള വേറൊരു സ്ഥലത്താണെങ്കിൽ അവിടുത്തെ പ്ലഗും വ്യത്യാസമായിരിക്കും. അപ്പം അങ്ങനെ വരാൻ നേരത്ത് പാടാണ്. അപ്പോൾ എന്തായാലും ഒരു പവർ ബാങ്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ സ്വിച്ചിൻ്റെ മറ്റേ ആ ഒരു പ്ലഗിൻ്റെ പോയിൻറ്റും ഇവിടുത്തെ പോയിൻറ്റും വ്യത്യാസമാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവരിക. അത് മിനിമം 2 എണ്ണമെങ്കിലും കൊണ്ടുവരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാപ്ടോപ്പ് നാട്ടിലാണെങ്കിലും ഫോൺ നാട്ടിലാണെങ്കിലും നമ്മൾ രണ്ടും ഒക്കെ ഉപയോഗിക്കണമല്ലോ. അങ്ങനെ മിനിമം 2. പിന്നെ അതിനകത്ത് തന്നെ പെൻഡ്രൈവും ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നിടത്ത് പാട്ടൊക്കെ കേട്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴത്തെ പറയേണ്ടതില്ല. അപ്പോൾ ഒരു പെൻഡ്രൈവ് കൊടുക്കുക. പിന്നെ എന്ത് ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിലും നമ്മുടെ 7 kg തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ അത് പണിയാവും. അതായത് നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്താൻ നേരത്ത് അവർ ചെക്ക് ചെയ്യാൻ നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതെന്തായാലും 7 kg തന്നെ വേണം എല്ലാ ഇലക്ട്രോണിക്സും വയ്ക്കാനായിട്ട്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണി കിട്ടുന്നത്, അല്ലെങ്കിൽ ഫൈൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഒരു സാധനം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടുവരാതിരിക്കുക. അത് എപ്പോഴും നല്ലത്. നമുക്ക് പിന്നീട് നമ്മുടെ ഇവിടുത്തെ എത്തുക എന്നാണ് മെയിൻ ലക്ഷ്യം. അതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഐറ്റം കൊണ്ടുവരാതിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇൻ കേസ് തോന്നുവാണ് ഇത് കൊണ്ടുവരാം, അങ്ങനെ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും, കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനകത്ത് എഴുതിയുണ്ടാവും പ്രൊഹിബിറ്റഡ് ആണ് എങ്കിൽ പ്രൊഹിബിറ്റഡ് ആണെന്ന് എഴുതിയുണ്ടാവും, ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഡയറി, മീറ്റ്, സോയിൽ, ഇത് 3ഉം ഒരെണ്ണത്തിലും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്, ഭയങ്കര സീനാവും. അതൊന്നും കൊണ്ടുവരാതിരിക്കുക. പിന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു സാധനം കൊണ്ടുവരരുത്. കൊമേഴ്ഷ്യലി പാക്കേജ്ഡ് ആൻഡ് സീൽഡ് ആണ് എന്തായാലും ഉറപ്പുവരുത്തുക. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ്സോ പാസ്റ്റയോ നൂഡിൽസൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, അതിന് കുഴപ്പമില്ല. അത് റെഡിയായിട്ട് നമുക്കിവിടെ പെട്ടെന്ന് വന്ന് ഒരാഴ്ചയ്ക്ക് തിന്നാനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ വരെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന നൂഡിൽസോ പാസ്റ്റയോ ബിസ്ക്കറ്റോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരണമെന്നും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കിയതാവാതിരുന്നാൽ മതി. അതുകൂടാണ്ട് കറി പൗഡേഴ്സിൻ്റെ കാര്യത്തിൽ കുറേ പേര് ഡൗട്ട് വയ്ക്കുന്നുണ്ട്. ചില കറി പൗഡേഴ്സ് കൊണ്ടുവരാനേ പാടില്ലാത്തതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കുക. പിന്നെ വീട്ടിലുണ്ടാക്കിയ കറി പൗഡർ ദൈവത്തോടത്ത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്, വീട്ടിലുണ്ടാക്കിയ അച്ചാറോ അങ്ങനെ ഒരു സാധനവും കൊണ്ടുവരരുത്, സീനാണ്. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ മാക്സിമം ലിമിറ്റ് വയ്ക്കാനായിട്ട് ഞാൻ പറയും. കാര്യം ഇവിടെ എല്ലാം കിട്ടും, വെറുതെ നമ്മൾ അത് കാരണം ഫൈൻ അടച്ച്, അല്ലെങ്കിൽ ഫൈൻ മാത്രമല്ല അതിൽ കൂടുതൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഫുഡ് ഐറ്റംസ് കുറച്ച് മാത്രം കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഉറപ്പില്ലാത്തൊരു സാധനം കൊണ്ടുവരില്ല. ഇൻ കേസ് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക നമ്മുടെ ഇൻകമിങ് പാസഞ്ചർ കാർഡ്. ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ പിന്നെ പറയുന്നത്, ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെയും കളർ കോപ്പി, അതായത് നമ്മുടെ മെയിനായിട്ടുള്ള പാസ്പോർട്ടോ COE വിസ, പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. അതുകൂടാണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാം, നിങ്ങൾക്കൊരു ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ ബോർഡിംഗ് പാസിൻ്റെ ഒരു ഫോട്ടോ നേരെ അപ്പം തന്നെ എടുത്ത് വയ്ക്കുക. കാര്യം ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ബോർഡിംഗ് പാസ് എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പണിയാകും. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ കോപ്പീസൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരാൾ ചോദിച്ച് എടുത്തു കൊടുക്കാൻ പാകത്തിന് കൈ തന്നെ വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ വൈഫൈ കിട്ടിയില്ലാത്ത സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പണിയാവരുത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഒരു കോപ്പീസ് വെക്കാനായിട്ട് ഞാൻ പറയുന്നത്. അത് ഈസിലി ആക്സസിബിളും ആയിരിക്കണം. ഇനി ഹൈജീൻ സെഷനിലേക്ക് കിടക്കാൻ നിർത്തപ്പോൾ സോപ്പാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ കുറേ 5 6 ചുവന്നുകൊണ്ട് വരരുത്, ഓരോന്ന് വെച്ച് കൊണ്ടാൽ മതി. അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് ബാഗിൽ സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോന്ന് വെച്ച് മാക്സിമം കൊണ്ടാൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യും. ഇവിടെ എല്ലാം കിട്ടും, പൈസ കുറഞ്ഞും കിട്ടും. നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും പൈസ ആവത്തില്ല. പിന്നെ അതുകൂടാണ്ട് ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാനിറ്ററി പാർട്സ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗേൾസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാട്ടിലെ പോലെ ത്രെഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. എസ്പെഷ്യലി നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു ത്രെഡിങ്ങിന് ഒരു $10 കൊടുക്കാമെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യും. അത് നോർമലാണ്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് റേസേഴ്സ് കിട്ടും ഫേസ് വേണ്ടിയിട്ടുള്ളത്. അതെന്തായാലും ഒരു സെറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് ബോയ്സിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ട്രിമ്മേഴ്സോ അങ്ങനെ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ
ഷേവിങ് ക്രീം കൊണ്ടുവരരുത്, അത് ഫ്ലെയിമബിൾ ആണ്. അത് കാരണം അത് പാക്ക് ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഷൂസിൻ്റെ സെക്ഷനിൽ കിടക്കുവാണെങ്കിൽ കുറേ കൊണ്ടുവരാനായിട്ട് ഞാൻ പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഷൂസ് വേണം വർക്കിംഗ്. പിന്നെ ഒരു ഫോർമൽ ഷൂസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, എന്തെങ്കിലും നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ. പിന്നെ അല്ലാണ്ട് നമുക്ക് റെഗുലറായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളതും പിന്നെ നല്ലൊരു ഷൂസ്. മാക്സിമം ഇത്രയും മതി. ഗേൾസിന് ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹീൽസൊക്കെ കൊണ്ടുവരാം. അതൊക്കെ നമ്മൾ ആവശ്യം. ഇപ്പം നമുക്ക് ഹീൽസിന് അത്യാവശ്യം ഇവിടെ വില കൂടുതലാണ്, അത് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അത് കൂടാണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ചപ്പലിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലാവരും ചപ്പൽ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലും അത് കോമൺ ആണ്. അപ്പോൾ ചപ്പൽ ഓർമ്മ കൊണ്ടുവരുവാണെങ്കിൽ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇതിൽ പെടാത്തപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ബാഗിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെപ്പോലെങ്കിൽ നിങ്ങൾ ബാഗ് ഇവിടെ വന്നിട്ട് മേടിച്ചത്. കാര്യം ഞാൻ നാട്ടിൽ വെച്ചൊരു ബാഗ് മേടിച്ചു, ഇവിടെ വന്നപ്പോൾ എനിക്കത് എല്ലാവരും ബാഗ് ഉണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂബിയുടെ ബാഗ് പോലെ എനിക്ക് തോന്നി എൻ്റെ ബാഗ്. അപ്പോൾ ഞാൻ വേറെ ബാഗ് മേടിക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഇഷ്ടം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബാഗ് മേടിച്ചാൽ മതി. പിന്നെ ബുക്സിൻ്റെ കാര്യത്തിൽ പറയാൻ നേരത്ത് ബുക്സ് ഒന്നും വലിയ കാര്യമായിട്ട് ചോദിച്ചുകൊണ്ട് വരണ്ട. 1 ബുക്ക് 2 ബുക്ക് മാക്സിമം. പേന വേണമെങ്കിൽ കുറേയും നമ്മുടെ നാട്ടിലെ ഗ്രിപ്പുള്ള ടൈപ്പ് പേന നിങ്ങൾക്ക് അത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. കാര്യം എനിക്ക് ചില പേനകളോട് അടുപ്പുണ്ട്. ആ പേന മാത്രമേ എഴുതിയാൽ എനിക്ക് ഒരു ഫ്ലോ കിട്ടുള്ളൂ ഫീൽ ഉണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനത്തെ കുറച്ച് പേന കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഒരു ട്രാവൽ മഗ്, അതായത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നിടത്ത് കോഫി ചൂടോടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലും ഉള്ളത്. ഇത്രയുമാണ് അതിനകത്ത്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മളെല്ലാം യൂണിവേഴ്സിറ്റിക്ക് വെബ്സൈറ്റിൽ നമുക്കെല്ലാം അവൈലബിൾ ആണ്. അതായത് പഠിപ്പിക്കുന്നതിൻ്റെ സ്ലൈഡ്സ് ആണെങ്കിലും, അതായത് PPT സ്ലൈഡ്സ് ഒക്കെ അവൈലബിൾ. അങ്ങനെ ഇത് നമ്മൾ ബുക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കുറേ ബുക്ക് കൊണ്ടുവരുന്നത് ബുക്കിന് കുറേ വെയിറ്റ് പോകും. പിന്നെ ഫയൽസ് ആണെങ്കിലും അങ്ങനെയൊന്നും ആവശ്യം ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ലാപ്ടോപ്പും പെൻഡ്രൈവും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളത്. പിന്നെ അതുകൂടാണ്ട് നമുക്കൊരു ഫാമിലിയുടെ ഫോട്ടോ കൊണ്ടുവരാൻ നല്ലതാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്ന് കാണാൻ മോട്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അതുകൂടാണ്ട് ദൈവത്തിൻ്റെ ആണെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കാനൊക്കെ ആണെങ്കിലും അതും നമുക്ക് റൂമിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൊണ്ടുവരാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ പാക്ക് ചെയ്ത സാധനത്തിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ എത്തിയപ്പോൾ ഡൗട്ട് തോന്നിയെങ്കിൽ എന്തായാലും ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ ഡിക്ലെയർ ചെയ്യുക. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഡിക്ലെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ. അതുകൂടാണ്ട് എന്തൊക്കെ കൊണ്ടുവരരുതെന്ന് ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പാക്ക് ചെയ്യണം, പാക്ക് ചെയ്യാൻ നേരത്തെ എളുപ്പമാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ എന്താ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ 10K ആക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രെസ് അടിക്കാതിരിക്കുക. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.